ഇനിയിപ്പോൾ ആ കൊമ്പുകൾ ഈ ഒരു തലയും കൂടെ ഉള്ളൂ നമുക്ക് കളയാൻ. നല്ല ഇതേടാ നല്ല മഴക്കാറ്. കുറേ ദിവസം മഴ പെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ മഴ ഒന്ന് സ്റ്റക്കായി നിന്ന സമയമാണത്. പണിയാൻ പറ്റാത്ത ലെവലിലൊക്കെ മഴയായിരുന്നു. അങ്ങനെ നമുക്ക് മെഷീൻ ഒന്നും ഓണാക്കാൻ പറ്റില്ല. കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള ലെവലിൽ കുഴപ്പമില്ല. പക്ഷേ മെഷീൻ ഓണാക്കാൻ കൂടെ പറ്റാത്ത സൈസിൽ മഴയായിരുന്നു. കുറച്ചൊക്കെ മഴയത്ത് അങ്ങനെ പോണത്. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനും പറ്റാത്തതാണ്. അതും ചെയ്യാൻ പറ്റുമല്ലോ. ഈ മാവാണ് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് വണ്ണവും ഉണ്ട്. പക്ഷെ മാവ് ലെവലില്ല, അത് ഷേപ്പല്ല. ബാക്കിയും കൂടെ നമുക്ക് തീർക്കാം. ഈ ഒരു ഇതിനെയും കൂടെ നമുക്കൊന്ന് ഇവിടുന്ന് തൂക്കി വിട്ട് കഴിഞ്ഞാൽ ബാക്കി അതും കൂടെ അടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിയും. ഇനി ഇതാക്കുമ്പോൾ അങ്ങോട്ട് വിട്ടാൽ വാ വരെ അതെത്തിയ അവിടെ മാറുന്ന
ഏതിലാണ് ഇതിലല്ലേ ഇതല്ലേ? അയ്യോ ഇവിടെ കാര്യത്തിന് ഇവിടെ കെട്ടിയാൽ മതിയോ? ഏയ് പുണ്യാപ്പുറത്തേക്ക് കടന്നോ? കയറിഞ്ഞ് വലിക്കണോ? ഓടിച്ചെന്ന് കയറി ഓടിച്ച കയറുമല്ലേ കയറി ഓടിക്കേ. ആ അതിലൊക്കെ പട്ടാലം പിടിച്ചിട്ടുണ്ടോ നോക്കാൻ മതി. അപ്പോൾ മുതലാളിയുടെ ആഗ്രഹപ്രകാരം ഇവിടെ ഇതാ മുതലാളിയുടെ നിൻ്റെ ആഗ്രഹപ്രകാരം ഇവിടെ മുറി വെക്കാൻ പോണ്. അവിടെ തൂക്കില്ലാന്നുണ്ടെങ്കിൽ അത് ഉടഞ്ഞാണ്. ഇല്ല ഇന്ന് മന്തി മതി. അന്നല്ല അൽഫാം എന്നോ ആവൂല രസല. ഇനിയിപ്പോൾ ഇത് 2 സ്ലാബ് പൊട്ടിച്ചാൽ അങ്ങോട്ട് മറിക്കാലോ അല്ലേ? ഇതവിടെ തന്നെ ഇല്ലേ സെപ്റ്റിട്ട്? അതല്ല അത് അവിടെ കിടക്കട്ടെ, അതിൻ്റെ അല്ല. ഇത് ഇവിടെ തട്ടിയിട്ടൂടെ? അതിൻ്റെ ഇടയ്ക്ക് വന്നൂല്ലേ?
ആലോചിക്ക് എന്ത് കാലാണ്. അതും ഇതും ഫസ്റ്റ് മുറിച്ച മാവില്ല, അത് മൂന്നും കൂടെ ലോഡ് അതിന്റെ 2 പീസ് കിട്ടുന്നുണ്ടെങ്കിൽ കണ്ണിക്കണ്ട മാതിരി ചെയ്. 8 അടി ആയിട്ട് കയറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ 4 കാലം അടി കയറ്റും. കമ്പനിക്ക് നഷ്ടം വരാൻ പാടില്ല എങ്ങനെയായാലും. കമ്പനിക്ക് നഷ്ടം വന്നാലും അപ്പം അങ്ങനെ മാവ് നമ്മളെ മുതലാളി പറഞ്ഞ മാതിരി തന്നെ ആ ഗ്യാപ്പിൽ തന്നെ മുതലാളി പറഞ്ഞത് എന്താണോ അതാണ് പണി അല്ലേ. അപ്പം അത് സെറ്റായില്ലേ. ഞാൻ അതിൽക്കാർക്ക് അയാൾക്കാർക്ക് നമുക്ക് കയറും. അപ്പം അങ്ങനെ അപ്പം ഇത് ഒരുമാതിരി പണികളായിരുന്നു. കംപ്ലീറ്റ് കൊമ്പുകൾ നമുക്ക് ഇവിടെ ഇറക്കാനായിട്ട് ഗ്യാപ്പില്ലാത്തതിൻ്റെ ഒരു വിഷയം മാത്രമാണ്. തടസ്സങ്ങളല്ല, താഴെ ഉള്ള സ്ഥലങ്ങളില്ല. മുകളിൽ വല്ല ലൈനോ മറ്റുള്ളതൊന്നും ഇല്ലാത്തൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ആയിട്ടില്ല. അടിയിൽ ഈ സെപ്റ്റി ടാങ്ക്, ഈ മതിൽ രണ്ടും തൊടാൻ പറ്റാത്ത ഐറ്റം, അതിനേമാതിരി തന്നെ ഒരു ഷെഡും. അതാണ് ഇതുമ്പോഴത്തെ ടാസ്ക്. അത്യാവശ്യം നല്ല ടൈം പണി വന്നു. കൊമ്പിറക്കാനായിരുന്നു, ബാക്കി വന്നപ്പോൾ പിന്നെ അടിച്ചു കഴിഞ്ഞു. ഇനി കംപ്ലീറ്റ് ഒന്നും അടിച്ചു കൊടുക്കുക, അതാണ് പരിപാടി. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ. പോട്ടെ, അടുത്ത് നോക്കാം.